ഗ്രാമീണ മേഖലയിലെ ആശുപത്രികൾ ഒരു ഭാഗത്ത് വികസിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ താലൂക്ക് ജില്ലാ ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളൊരുക്കുന്നു. മെഡിക്കൽ കോളേജുകളുടെ വികസനത്തിനു വേണ്ടി പ്രത്യേക മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കുന്നു. കോന്നി, ഇടുക്കി, വയനാട് ഈ പുതിയ മെഡിക്കൽ കോളേജുകൾ യാഥാർത്ഥ്യമാക്കാനായി മികച്ച സൗകര്യങ്ങൾ ഇവിടങ്ങളെല്ലാം ഒരുക്കി. അതിൻ്റെ ഫലമായി സംസ്ഥാനത്തെ 160-ലധികം ആശുപത്രികൾക്കാണ് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് NQAS അംഗീകാരം ലഭിച്ചത്. കിഫ്ബിയിലൂടെ 10,000 കോടിയിലധികം രൂപ, നബാർഡിലൂടെ 1000 കോടിയിലധികം രൂപ, ഇതെല്ലാം ആരോഗ്യമേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മാത്രം ചെലവഴിച്ചതാണ്. നമ്മുടെ സംസ്ഥാനത്ത് വന്ന മറ്റൊരു മാറ്റം താങ്ങാനാവാത്ത ചികിത്സ ചിലതുണ്ടായിരുന്നു. സ്വകാര്യ ആശുപത്രികളിൽ മാത്രം നടത്തി വന്നിരുന്ന ചികിത്സ. എന്നാൽ ഇന്ന് സർക്കാർ ആശുപത്രികളിലും അത്തരം ചികിത്സകൾ നടത്തുകയാണ്. ഇവിടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ 2022 ആരംഭിച്ച് ഇതിനകം 10 കരൾമാറ്റൽ ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ. ഇത് ജില്ലാ ആശുപത്രികളുടെ കാര്യമെടുത്ത് പരിശോധിച്ചാൽ ജില്ലാ ആശുപത്രികളിൽ കാത്ത് ലാബുകൾ ഉണ്ടായിരുന്നില്ല നേരത്തെ. ഇപ്പോൾ എല്ലായിടവും കാത്ത് ലാബ് സ്ഥാപിക്കാനാണ് ലക്ഷ്യമിട്ടത്. 12 ജില്ലകളിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. പ്രതിമാസം 1500-ലേറെ എൻജിയോപ്ലാസ്റ്റികൾ മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രികളിലും നടക്കുകയാണ്. ഇപ്പോൾ ഡയാലിസിസ് സൗകര്യമുള്ള DHS ആശുപത്രികളുടെ എണ്ണം നേരത്തെ 8 ഇപ്പോഴത് 123 വർദ്ധിച്ചു. ഇന്ന് പ്രതിമാസം 64,000 ഡയാലിസിസുകൾ സർക്കാർ മേഖലയിൽ മാത്രം നടക്കുക. ചികിത്സാ രംഗത്തെ ചെലവുകൾ സാധാരണക്കാരെ കടക്കണിയിലാക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ആ കടക്കണിയിൽ ആകാതിരിക്കാൻ സമാനതകളില്ലാത്ത ഇടപെടലാണ് സർക്കാർ നടത്തിയത്. സൗജന്യ ചികിത്സാ പദ്ധതിയിലൂടെ നടത്തിയ ചെലവ് പരിശോധിച്ചാൽ UDF കാലത്ത് ഒരു കുടുംബത്തിന് പരമാവധി 30,000 രൂപയുടെ പരിരക്ഷയാണ് ലഭിച്ചിരുന്നത്. LDF സർക്കാർ ഒരു വർഷം 5 ലക്ഷം രൂപയായി ഉയർത്തി. പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങളുടെ എണ്ണം UDF കാലത്ത് 28 ലക്ഷം, LDF കാലം 42.5 ലക്ഷം. 22ഉം 42യും തമ്മിലുള്ള വ്യത്യാസം നാം കാണേണ്ടതായിട്ടുണ്ട്. 5 വർഷത്തിൽ UDF ഭരണത്തിൽ
ആകെ നൽകിയ സൗജന്യ ചികിത്സ 660 കോടി രൂപയുടേതായിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്താൽ 5 വർഷം കൊണ്ട് 24,78,000 ആളുകൾക്ക് ആകെ 8,425 കോടിയുടെ സൗജന്യ ചികിത്സ LDF സർക്കാരിന് നൽകാനായി. ഇത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല രീതിയിൽ സൗജന്യ ചികിത്സ നടത്തുന്ന സംസ്ഥാനമാക്കി ഉയർത്തുന്നതിന് സഹായിച്ചതാണ്. സർക്കാരിൻ്റെ ഇത്തരം ഇടപെടൽ കേരളത്തിലെ ജനങ്ങളുടെ ചികിത്സാ ചെലവിൽ 60% കുറവുണ്ടായി എന്നാണ് കേന്ദ്ര ഏജൻസിയായ NSSO അവരുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. UDF കാലത്ത് 2016 സർവേ പ്രകാരം ഗ്രാമീണ മേഖലയിൽ കുടുംബത്തിൻ്റെ ചികിത്സാ ചെലവ് 17,054 രൂപയായിരുന്നു. നഗരമേഖലയിൽ 23,123 രൂപയായിരുന്നു. എന്നാൽ 2024 എടുത്താൽ ഇതേ NSSO റിപ്പോർട്ട് പ്രകാരം ഇത് ഗ്രാമീണ മേഖലയിൽ 10,929 രൂപയായി. നഗരമേഖലയിൽ 13,140 രൂപയായി കുറയാനുണ്ടായത്. നല്ല കുറവ് ഇതിൽ സംഭവിച്ചുവെന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇതാണ് ജനങ്ങൾ അനുഭവിക്കുന്ന ഇടതുപക്ഷ ബദൽ. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, സൗജന്യ ചികിത്സ, ഇതെല്ലാം ഒരുക്കിയതിൻ്റെ പ്രതിഫലനം സംസ്ഥാനത്തെ ആരോഗ്യ സൂചികകളിൽ വ്യക്തമായി കാണാനാകും. ഇപ്പോൾ മാതൃമരണ നിരക്ക് 2015-16 കാലത്ത് 43 അത് ഇപ്പോൾ 43 സ്ഥാനത്ത് 19 കുറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിൽ മുഖ്യമന്ത്രി വീണ്ടും മാധ്യമങ്ങളെ കാണുകയാണ്. തുടർച്ചയായി ടെലിവിഷൻ ചാനലുകൾക്കും ഓൺലൈൻ മാധ്യമങ്ങൾക്കും അടക്കം മുഖ്യമന്ത്രി അഭിമുഖങ്ങൾ നൽകിയിരുന്നു. അതിൽ തന്നെ സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുമ്പോഴും സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ വിമർശനം രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ ഉയർത്തുന്നുമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.